ഇന്ന് നമുക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മാമ്പഴത്തോണ്ടുള്ളൊരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. ഇതിലേക്ക് നമ്മൾ പാലും പഞ്ചസാരയോ പഴമോ അതൊന്നും ചേർക്കുന്നില്ല. പകരം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് ബദാം എടുക്കുക. പിന്നെ അതിലേക്ക് 1/2 കപ്പ് കാഷ്യൂ എടുക്കുക. ഇത് നമുക്ക് സോക്ക് ചെയ്യണം കേട്ടോ. ഒന്നൊരു 6 മണിക്കൂറൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർക്കാനായിട്ട് വെക്കണം. ഓവർനൈറ്റ് വെക്കാം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഉണ്ടാക്കുന്ന സമയത്ത് എടുത്ത് വാഷ് ചെയ്തിട്ട് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ അത് നന്നായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഇടയിൽ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് അത് വലിച്ചെടുക്കും. അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ആ ബദാമിൻ്റെ തോലൊക്കെ നന്നായിട്ട് കളഞ്ഞ് വെക്കുക. അപ്പോൾ ഈ ബദാമും കാഷ്യും കൂടാതെ തന്നെ നമ്മൾ ഇതിലേക്ക് ക്രീമും പാലും ഒന്നും ചേർക്കുന്നില്ല. പകരമായിട്ട് ചേർക്കുന്നതെന്നാണ് കാണാം കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട്, ഒരു വലിയ സൈസ് മാമ്പഴം. അപ്പോൾ മാമ്പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമുള്ള ടൈപ്പ്, നാരില്ലാത്ത ടൈപ്പ് മാമ്പഴം വേണം എടുക്കാൻ. ഇതിപ്പോൾ ബംഗനപ്പള്ളി മാമ്പഴമാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് പഴുത്ത് വന്നിട്ടില്ല, എന്നാലും നല്ല മധുരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അധികം കളറില്ല. ഞാൻ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കാഷ്യൂ ബദാമും കൂടിയിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അരയാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ആദ്യം ഇത് അരച്ചെടുക്കണം. അതിന് ശേഷം വേണം ഒരു വലിയ സൈസ് മാമ്പഴം മുഴുവനായിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ആദ്യം കട്ട് ചെയ്തിട്ടിടുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പനീറാണ്. പനീർ ഇവിടെ 100 ഗ്രാമാണ് നമ്മൾ എടുക്കുന്നത്. ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നല്ല ഹെൽത്തിയാണ്, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഓപ്ഷൻ. നല്ല യമ്മി ടേസ്റ്റാണ് ഈ റെസിപ്പി. പിന്നെ ഇതാ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടുന്നതാണ്. പഞ്ചസാരയ്ക്ക് പകരം മങ്ക് ഫ്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. ഇത് കാണാൻ പഞ്ചസാര പോലെ തന്നെ ഇരിക്കും. പഞ്ചസാരയുടെ അത്ര മധുരം ഇല്ല, പക്ഷേ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ ഒക്കെ ഒരു വയലിട്ട് അങ്ങനെ ഇരിക്കുക, അതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് ഒരു ദിവസം ഒരാൾക്ക് കഴിക്കണതിന് ഒരു പ്രത്യേക അളവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 5 ടീസ്പൂണാണ്. ഒപ്പം വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇത് അതുപോലെ അടിച്ചെടുക്കണം. ഇത്ര ക്രീമി ആയിരിക്കും. ഇതിങ്ങനെ തനിയെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് ഒരു വട്ടം വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ, പുറമെ മേടിക്കില്ല. നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിതേപോലെ കുൽഫിയുടെ മോൾഡിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നന്നായിട്ട് തട്ടി ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ വെക്കുക. അപ്പോൾ സ്റ്റിക്ക് എൻ്റെ കയ്യിൽ അധികം ഇല്ലാത്ത കാരണം ഒരു സ്റ്റിക്ക് പകുതിയൊക്കെ ആക്കിയിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ബാക്കിയുള്ളത് ഞാൻ ഐസ് ട്രേയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ടൂത്ത് പിക്ക് അതിൻ്റെ അറ്റം കൂർത്ത മോനെ ഒന്ന് വെട്ടിയിട്ടാണ് അത് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നോക്കണ്ട, ബാക്കിയുള്ളത് നമുക്ക് നക്കി തുടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കുൽഫിയുടെ ആയ കാരണം നമ്മൾ ആ മോൾഡ് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ട് നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള നമ്മുടെ മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് വരാം.